മാങ്ങ കൊണ്ട് അടുത്ത് തന്നെ ഉണ്ടാക്കുന്നത് കാണണ്ടേ. നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് മാങ്ങ മാത്രമായിട്ട് എടുക്കാം കേട്ടോ. ഇതുകൊണ്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് മാങ്ങ തോലൊക്കെ കളഞ്ഞപ്പോൾ. അതിനെ ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിന് ഈ തോലില്ലേ, ആ തോലിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക്. അതിലേക്ക് ജ്യൂസ്, അത് വേവിക്കാൻ വേണ്ട വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യണത് കേട്ടോ. കാരണം മധുരമുള്ളതല്ലേ, മധുരം കളയണ്ട, നമുക്ക് ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അരിച്ചെടുക്കണം അതിൻ്റെ തോലിൻ്റെ അംശമൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ തോലന്നെ നമ്മളൊന്നും കൂടി ശരിയാക്കി എടുക്കണം. പിന്നീട് അതും കൂടി അരിച്ചൊഴിച്ച് നമുക്ക് കുക്കറിൽ അത് വേവിക്കണം. ഒരു 2 വിസിലടിക്കുന്നവരെ കുക്കർ ഇതാവാം കേട്ടോ. 2 വിസലിൽ മാങ്ങ വെന്തുണ്ടാവും. ചൂടാറിയതിന് ശേഷം നമുക്കത് തുറന്ന് ഇതെല്ലാം പിഴിഞ്ഞെടുക്കണം. ഇതിന്ന് ആ മാങ്ങയുടെ വേസ്റ്റെല്ലാം പിഴിഞ്ഞ് കളയണത്, ജ്യൂസൊക്കെ എടുത്ത് മറ്റതെല്ലാം നാരെല്ലാം അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്യണത്. നാരൊക്കെ അതിൽ വരും. അത് നമ്മളിനി ഇത് മിക്സിയിൽ അടിക്കണമൊന്നുമില്ല. നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കി അല്ലെങ്കിൽ മാംഗോ ഷേക്ക് ഉണ്ടാക്കി അങ്ങനെ ഏതാ ചെയ്യുന്നത് വെച്ചെങ്കിൽ ആ സമയത്ത് മാത്രം അത് അടിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് നാരൊക്കെ ഇങ്ങനെ എടുത്ത് കളയാം. ഇത് തന്നെയും വേണമെങ്കിൽ കുടിക്കാം. ഇതിൽ മധുരമൊന്നും ഇട്ടിട്ടില്ല, കാരണം നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ അതിൽ മധുരത്തിൻ്റെ ആവശ്യമില്ല. അത് വെള്ളം വറ്റാൻ വേണ്ടി കുറുക്കണം. ഇതിൽ സിട്രിക് ആസിഡൊന്നും ഇടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. സിട്രിക് ആസിഡ് ആകുമ്പോൾ പുളിപ്പൊക്കെ ആവില്ലേ. അപ്പോൾ നമുക്കത് വേണ്ട. നമ്മളിത് സ്ക്വാഷോ മാംഗോ ഷേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. ഇത് നമുക്ക് നല്ലതുപോലെ കുറുകി വരുമ്പോൾ ഒന്ന് കുറുകി വരും, നല്ല കട്ടയാവണ്ട. എന്നാൽ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കത് ഓഫാക്കിയിടാം. ഇതിൽ കുപ്പികളിൽ കൊള്ളുന്ന അത് ചെറിയ വട്ടല്ല, വായവട്ടമില്ലാത്ത കുപ്പികളല്ലേ, അപ്പോൾ അതിൽ കൊള്ളുന്ന ആ ലൂസേ വേണ്ടോ, കട്ടി വേണ്ട. അതിന് നാരൊക്കെ കാണുമ്പോൾ എടുത്ത് കളയുക, അത് നോക്കിയിട്ടാണ്. ഒരുവിധമൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനി ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ബോട്ടിലുകളിലാക്കാം. എനിക്കൊരു 3 ബോട്ടിലോളം കിട്ടിയിട്ടുണ്ട് ഇത്. നമുക്ക് ഷെയ്ക്ക് അടിക്കുമ്പോൾ പിന്നെ പാലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മധുരം വേണ്ടി വരും. പക്ഷേ സ്ക്വാഷിന് മധുരം വേണ്ടി വരില്ല. ഇത് വെറുതെ മിക്സിയിലടിച്ച് നമുക്ക് ജ്യൂസാക്കി കൊടുക്കാം ആളുകൾക്ക്. ഇത് 3 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു കെമിക്കലും ഇല്ലാത്തത്. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു ടൈമെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും.